ഈ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് സർ ഈ വിദ്യാഭ്യാസ നയത്തിൽ നിന്ന് എത്രത്തോളം പ്രതീക്ഷിക്കാൻ സാധിക്കും? ലോകത്തെല്ലാവർക്കും പ്രതീക്ഷിക്കാം, അതിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാം. കാരണം കേരളം നന്നായിട്ട് പരുവപ്പെടുത്തിയെടുത്ത ഒരു ഭൂമിയാണ്. വിത്ത് ഇട്ടാൽ മതി വിളഞ്ഞങ്ങ് വരും. ശങ്കരൻ്റെ ഭൂമിയാണിത്, നാരായണഗുരുവിൻ്റെ ഭൂമിയാണിത്, മാധവൻ്റെ ഭൂമിയാണിത്. ഏതൊക്കെ രംഗത്താണ് നമുക്ക് പ്രതിഭകളില്ലാത്തത്? ഏറ്റവും കൂടുതൽ ഇത് കിട്ടിയാൽ പിന്നെ നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പണ്ട് മുതലേ ഒരു ഉയർന്ന നിലവാരം പുലർത്തുന്ന പ്രദേശമാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിലും ഏറ്റവും വിദ്യാഭ്യാസപരമായി ഉന്നതി നേടിയ പ്രിൻസ്ലി സ്റ്റേറ്റ് തിരുവിതാംകൂർ, കൊച്ചി, മൈസൂർ, ബറോഡ, ജയ്പൂർ രാജ്യങ്ങളാണ്. ഇന്നും നോക്കിയാൽ അത് വേറെ സംസ്ഥാനങ്ങളുടെയൊക്കെ ഭാഗമാണെങ്കിലും ആ പ്രദേശങ്ങൾ ഇന്നും അത് സൂക്ഷിക്കുന്നുണ്ട്. കേരളത്തിലെ കൊച്ചി ഇത് രണ്ടും പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്നു. വിദ്യാഭ്യാസപരമായിട്ട് നല്ല നിലവാരം ഉണ്ടായിരുന്നു. പിന്നെ ഈ മലബാർ പ്രദേശം ആണ് അതിലേക്ക് വന്നത്. ബ്രിട്ടീഷുകാർക്ക് മുമ്പ് അതേ നിലവാരം മലബാറിനുണ്ടായിരുന്നു. മലബാറിലെ ധരംപാലിൻ്റെയൊക്കെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പുസ്തകം ഉണ്ടല്ലോ, ബ്യൂട്ടിഫുൾ ട്രീ. അതിൽ മലബാറിനെ കുറിച്ച് പറയുന്നുണ്ട്. മലബാറിലെ വിദ്യാഭ്യാസം നമുക്കറിയാലോ, ഈ തിരുനാവായയും ഇവിടെ ഉണ്ടായിരുന്നത്. ഇത്രയും ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കുണ്ട്, നമ്മുടെ ജീനിലുണ്ട്. അതിനെ സമയോചിതമായിട്ട് സ്വീകരിച്ച് നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഫലം ചെയ്യാൻ നമുക്കാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കേരളത്തിലെ പണ്ട് മുതലേ സമൂഹം വിദ്യാഭ്യാസത്തിൽ പങ്കാളിയായിരുന്നു. അത് പിന്നീട് നമ്മൾ എയ്ഡഡ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞാലും സമൂഹ പങ്കാളിത്തത്തോടു കൂടി വിദ്യാഭ്യാസം ആദ്യം മുതലേ നിലനിർത്തിയ സ്ഥലമാണ് കേരളം. വളരെ മെച്ചമുണ്ടാകുന്നതിന്. രാമായണത്തിലൊക്കെ പള്ളിക്കൂടങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു ആചാര്യൻ തുടങ്ങി വെച്ചിട്ടുള്ള